എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ET ടോക്സിൽ നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രവാസിയായ സുരേഷ് തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാണ്. ഈ സൂപ്പർ മാർക്കറ്റ് പ്രൊപ്പറേറ്റർഷിപ്പിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നിർഭാഗ്യവശം എന്ന് പറയട്ടെ, ഈ ബിസിനസ് പൊളിഞ്ഞുപോയി. എന്നാൽ ബാങ്കിൽ നിന്ന് ജപ്തി വന്നത് ഈ ബിസിനസ്സിനായിരുന്നില്ല, മറിച്ച് വീടിന് സ്വത്തിനുമായിരുന്നു. ബിസിനസ് പൊളിഞ്ഞാൽ നമ്മുടെ വീടും സ്വത്തുമാണോ നഷ്ടമാകേണ്ടത്, അതോ ബിസിനസ് മാത്രമാണോ? ഇത് നമ്മൾ ബിസിനസ് ആരംഭിക്കുന്ന അന്ന് എടുക്കുന്ന തീരുമാനമാണ്. 2026 നമ്മൾ ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമസ്കാരം ഷിനോദ് സാർ. നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, പ്രൊപ്പറേറ്റർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യണോ, അതോ LLP വേണോ, അല്ലെങ്കിൽ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. നമുക്കിന്ന് ET ടോക്സിൽ അത് ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഇതിലേതാണ് ഏറ്റവും സുരക്ഷിതം? നമുക്ക് ഈ സുരേഷോ കഥയിലെ നായകന് വരുന്ന സുരേഷിൻ്റെ കാര്യം നോക്കാം. സുരേഷ് ഒരു പ്രൊപ്പറേറ്റർഷിപ്പാണ് ആരംഭിച്ചത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന് ആധികാരികമായിട്ട് ഉത്തരം പറയേണ്ടത് 3 പേരാണ്. ഒന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസും, 2 കമ്പനി സെക്രട്ടറിയും, 3 വക്കീലുമാരും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സുമാണ്. ഇവർ 3 പേരും ചേർന്ന ഒരു ഉപദേശമായിരിക്കണം ഇതിൻ്റെ പെർഫെക്റ്റ്. ഓക്കെ. പക്ഷേ അപ്പോൾ നമുക്ക് ഇതിന് ഉത്തരം പറയാനുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി എന്നതാണ് നമ്മുടെ യോഗ്യത. എന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലിമിറ്റഡ് LLP ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അത് ഇന്ന് കേരളത്തിലുള്ള MSME നോക്കുകയാണെങ്കിൽ അതിൽ 70% ഈ പ്രൊപ്പറേറ്റർഷിപ്പാണ്. എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ഈ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ആ വ്യക്തി തന്നെയായിരിക്കും അതിൻ്റെ ഉടമയും മാനേജരും എല്ലാം. ലാഭം വന്നാലും നഷ്ടം വന്നാലും എല്ലാം അയാൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ വ്യക്തിയും ബിസിനസ്സും രണ്ടല്ല, ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ബിസിനസ് നടത്തി എനിക്കൊരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ലയബിലിറ്റി എൻ്റെ വീട്ടിലേക്കും പടരും. എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ സ്വത്തുണ്ടെങ്കിൽ സ്വത്ത് പോകും, എൻ്റെ പേരിൽ സ്വർണ്ണമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ളതൊക്കെ പോകും. അവിടെ വ്യക്തിയും ആ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനവും രണ്ടല്ല, ഒന്നാണ്. പിന്നെ എന്തിനാണ് ഇത് എല്ലാവരും ഇങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഒരു 500 രൂപയോ 2000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് കമ്പനി തുടങ്ങാം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓഡിറ്റിംഗ് ഒന്നുമില്ല. ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന സാധനമായതുകൊണ്ട് നമുക്കതൊക്കെ അങ്ങനെ അടച്ചങ്ങ് പോയാൽ മതി. അപ്പം വലിയ തലവേദനകളും അല്ലെങ്കിൽ സാങ്കേതികപരമായ നൂലാമാലകളൊന്നും ഇല്ല എന്നതുകൊണ്ട് പല കമ്പനികളും പ്രൊപ്പറേറ്റർഷിപ്പിലാണ്. കമ്പനികൾ എന്ന് പറഞ്ഞാൽ പണ്ട് ആരംഭിച്ച പല സ്ഥാപനങ്ങളും പ്രൊപ്പറേറ്റർഷിപ്പിലാണ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സുരേഷിന് വന്ന റിസ്ക്കാണ്. എന്താണ്, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എല്ലാം കൂടി കൊണ്ടുപോയി ഒരു ബിസിനസ്സിലിട്ടു. ആ ബിസിനസ് പൊളിഞ്ഞു. അതോടുകൂടി ആ ബിസിനസ് മാത്രമല്ല എല്ലാം പോയി. അപ്പം പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ അതിൻ്റെ ഉടമയും മാനേജരും എല്ലാമായി നിൽക്കുന്ന ഒരു ബിസിനസ് സംവിധാനമാണ്. ഇത് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം, എപ്പോൾ വേണമെങ്കിൽ നിർത്താം. ആ ബിസിനസ് പോലും അയാൾ ഇല്ലാതാവുന്നതോടുകൂടി ചിലപ്പോൾ അസ്തമിച്ചേക്കാം. ഒരു 1 man ഷോ ആണ്. അപ്പോൾ അത് അങ്ങനെയാണ് അറിയപ്പെടുന്ന പ്രൊപ്പറേറ്റർഷിപ്പ്. സുരേഷിന് പരാജയപ്പെടാൻ കാരണം സുരേഷിന് അത് ഈ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങിയതുകൊണ്ട് ആ ബാധ്യത സ്വാഭാവികമായിട്ടും സുരേഷിന് വരും. എൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? റിസ്കുകൾ ഇപ്പോൾ സുരേഷിൻ്റെ റിസ്ക് തന്നെ. സുരേഷിൻ്റെ റിസ്ക് എന്താണുള്ളത്? സുരേഷിന് വാസ്തവത്തിൽ ബിസിനസ് പരാജയപ്പെട്ടതുകൊണ്ട് അയാൾ എല്ലാത്തിലും പരാജയപ്പെടാൻ പോകില്ല. അയാളുടെ സ്വത്തുക്കൾ പോകുന്നു, അയാളുടെ എല്ലാം പോകുന്നു. അത് അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം വലിയ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ചെറുകിട ഈ ഒരു തയ്യൽ കടയ്ക്ക് പറ്റും, പിന്നെ ഒരു തുടക്കക്കാരന് പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ആ ബിസിനസ്സിൻ്റെ സ്വഭാവം തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മറ്റു പല രൂപങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി തയ്യാറാവണം. ഒരു തുടക്കക്കാരന് അല്ലെങ്കിൽ വലിയ ലീഗൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പറ്റുന്ന പരിപാടിയാണ് പ്രൊപ്പറേറ്റർഷിപ്പ്. എന്നാൽ വിപുലീകരിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ വൈഡായിട്ട് നടത്താൻ സ്കോപ്പുള്ളൊരു ബിസിനസ് കൊണ്ടുപോയിട്ട് നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പിലാക്കി കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം ഒരു തയ്യൽ കടക്കാരന് തയ്യൽ കട നിർത്തണമെങ്കിൽ എന്താണ്, അയാൾ ഷട്ടർ അടച്ച് പോന്നാൽ മതി, അല്ലേ? നേരം അതേപോലെയാണോ സൂപ്പർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ലക്ഷക്കണക്കിന് ബിസിനസ് നടക്കുന്ന അല്ലെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് സാധനം അതിൽ കയറ്റുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പോയ റിസ്ക് ഉണ്ട്. അത് ബിസിനസ് പൊളിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പക്ഷേ തയ്യൽ കടക്കാരൻ അവൻ്റെ കയ്യിൽ സ്കില്ലും ഒരു തയ്യൽ മെഷീനും മാത്രമാണ് അവൻ്റെ അസറ്റ്. അപ്പോൾ അവനെ സംബന്ധിച്ചുള്ള നടത്താം. അപ്പോൾ
ഏത് പരിപാടിക്കാണ് പ്രൊപ്പറേറ്റർഷിപ്പ് പറ്റുക അതിനാണ് നല്ലത്. എല്ലാത്തിനും പോയിട്ട് നമ്മൾ സർക്കാരിനെ പറ്റിക്കാൻ, നികുതി വെട്ടിക്കാൻ എന്നൊക്കെ വരച്ച് പ്രൊപ്പറേറ്റർഷിപ്പ് പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നതാണ് സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുക എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന റിസ്കുകൾ അപ്പോൾ എന്തൊക്കെയാണ്? പലപ്പോഴും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ചേർന്നിട്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ പാർട്ട്ണർഷിപ്പ് നോക്കുന്നത്? ഒന്ന്, നമ്മുടെ റിസ്ക് കുറയ്ക്കാണ്. കാരണം നമ്മുടെ കൂടെ കുറച്ച് ആളുകളോടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി അധികം പണം റേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നീ നഷ്ടം സംഭവിക്കുകയാണെങ്കിലും എല്ലാവരും കൂടി ഷെയർ ചെയ്യല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ട്ണർഷിപ്പ് തുടങ്ങാനും എളുപ്പമാണ്. കാരണം എന്താ, നമ്മളൊരു പേര് കണ്ടെത്തണം സ്ഥാപനത്തിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ പാർട്ട്ണർമാർ തമ്മിലുള്ള ധാരണയെല്ലാം കൂടി കണക്കാക്കി നമ്മളൊരു ഡീഡ് ഉണ്ടാക്കണം. ആ ഡീഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ ഡീഡ് ഉണ്ടാക്കാൻ നമുക്ക് വരുന്ന ചിലവ് 5000 രൂപയെ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് 2000 രൂപയായിരുന്നു. ഞാൻ 2009 ചെയ്യുമ്പോൾ 2000 രൂപയുടെ പേപ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇന്ന് 5000 രൂപയാണ് തോന്നുന്നു. അങ്ങനെ ഒരു ഡീഡ് രജിസ്റ്റർ ചെയ്യണം. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും നിർബന്ധമായിട്ട് തുറക്കണം. എങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ മൂലധനം കിട്ടും. കൂടുതൽ ആളുകൾ പങ്കാളിത്തം നേടുമ്പം അത് നമുക്ക് പോസിറ്റീവായി നോക്കാം. കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ എന്താണ്, ഒരാളുടെ ബിസിനസ് പോലെയല്ല. നമുക്ക് ഒരാൾ കുറച്ച് ഡൗൺ ആണെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും. ചിലപ്പം ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻറ്റ് സ്കില്ലുകളുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിസിനസ് മുന്നോട്ട് പോകും. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ അറിയോ, ഈ അധിക പാർട്ട്ണർഷിപ്പ് ഡീഡുകളും തച്ച് പിരിയാനാണ് സാധ്യതയുള്ളത്. കാരണം പലപ്പോഴും പ്രശ്നങ്ങളാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊപ്പറേറ്റർഷിപ്പിനുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. ആ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ടാക്കുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ഇതിലെ ഓരോ പാർട്ട്ണർ ഉത്തരവാദിയാണ്. ഇവിടെ ഐഡന്റിറ്റി ഒന്നാണ്. എന്ന് വെച്ചാൽ പാർട്ട്ണർമാരുടെ ഐഡന്റിറ്റിയും പാർട്ട്ണർഷിപ്പിന്റെ ഐഡന്റിറ്റിയും സ്ഥാപനത്തിന്റെ ഐഡന്റിറ്റി ഒന്നായതുകൊണ്ട് തന്നെ നഷ്ടം വരുത്തിയാൽ ആ പാർട്ട്ണർഷിപ്പിലുള്ള ഓരോരുത്തരും എന്ത് ചെയ്യണം, അനുഭവിക്കണം. അല്ലെങ്കിൽ ഓരോരുത്തരും അത് ഫേസ് ചെയ്യണം, ഓരോരുത്തരും അത് കൊടുക്കണം. അപ്പോൾ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല മാർഗ്ഗമാണ് LLP എന്ന് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ അൺലിമിറ്റഡ് ലയബിലിറ്റിയും ലിമിറ്റഡ് ലയബിലിറ്റിയും എന്താണെന്ന് നോക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ബിസിനസ്സിലുണ്ടാക്കുന്ന നഷ്ടം നമ്മൾ ഫോളോ ചെയ്ത് വരും. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ട്ണർഷിപ്പിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന നഷ്ടം നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ പോലും പലപ്പോഴും തടസ്സപ്പെടുത്തും. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. എവിടെ? നമ്മുടെ ആ ബിസിനസ്സിൽ നിൽക്കും. അത് ആ ബിസിനസ്സിനെയും വ്യക്തിയെയും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനി മന്ത്രാലയത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തുണ്ടാക്കാവുന്ന ഒരു പാർട്ണർഷിപ്പ് കമ്പനിയാണ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് രീതിയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇവിടെ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് പൊളിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലായ സ്വത്ത് അത് സേഫാണ്. കൂടാതെ ഇത് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന LLP എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് അതിന് വിശ്വാസ്യത കൂടും. കാരണം നമ്മൾ കമ്പനി മന്ത്രാലയത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ചെല്ലുമ്പോഴും നമ്മളൊരു ഓർഡറിലുള്ള ഒരു ശാസ്ത്രീയമായ കമ്പനിയാണെന്ന ബോധം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ബാങ്കിലാണെങ്കിലും, ബാങ്ക് ലോൺ തരാനാണെങ്കിലും, അതുപോലെ ടാക്സ് ആനുകൂല്യങ്ങൾ കിട്ടാനാണെങ്കിലും ഈ LLP നമ്മളെ സഹായിക്കും. അപ്പം പാർട്ട്ണർഷിപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് സർവീസ് മേഖലയിലാണ് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും യോജിച്ച ഒരു കമ്പനി മോഡൽ എന്ന് പറയുന്നത് LLP ആണ്. LLPക്കുള്ള ഗുണവും ദോഷവും ഉണ്ട്. ഗുണം, പ്രൈവറ്റ് ലിമിറ്റഡിൽ നോക്ക്, ഉദാഹരണത്തിന് നമ്മൾ കുറേ പാർട്ട്നേഴ്സ് ഉണ്ട്. ഈ പാർട്ട്നേഴ്സിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എഗ്രിമെൻ്റ് ഒക്കെ മാറ്റി എഴുതണം. എന്നാൽ LLPക്ക് ആ പ്രശ്നമില്ല. LLPക്ക് നമ്മൾ ഈ പാർട്ട്ണർ ഇല്ലാതെ ഇറങ്ങിപ്പോയാലും, ഉദാഹരണത്തിന് ഒരു ഇതിലാണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിലാണെങ്കിൽ ഒരാൾ അടികൂടി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തം ഡീഡിനെ തെറ്റിയില്ലേ. പക്ഷേ LLPയിൽ അങ്ങനെയില്ല. ആർക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഒറ്റ ഐഡന്റിറ്റി നിൽക്കുന്നതുകൊണ്ട് അവിടെ വ്യക്തികൾക്ക് വരാനും പോകാനും പറ്റും. അതുപോലെ ഒരാളിപ്പം പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. ഇവിടെ അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഇത് ഒരു ലീഗൽ ഐഡന്റിറ്റി ആയിട്ട് തന്നെ മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ സർവീസ് മേഖലയിൽ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അത് LLP തുടങ്ങുന്നതാണ് പാർട്ട്ണർഷിപ്പിനേക്കാളും നല്ലത്.
നല്ല ബന്ധങ്ങൾ എല്ലാ കാലത്തും നിലനിന്ന് പോകാൻ ഏറ്റവും നല്ല മാർഗം LLP മോഡലിൽ തുടങ്ങുകയാണ്. പലപ്പോഴും നമ്മൾ ഒരു പ്രത്യേക ഊഷ്മളതയുടെ പുറത്താണല്ലോ ഓരോ ബിസിനസ് തുടങ്ങുക. അപ്പോഴത്തെ ഊഷ്മളതയൊന്നും ബിസിനസ് തുടങ്ങിയാൽ കാണില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നല്ലൊരു LLP തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്ക് ലോൺ കിട്ടാനും ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നല്ലതെന്ന്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഉണ്ട്. കാരണം എന്താ അറിയോ, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് LLP പോലെ തന്നെ നമ്മുടെ മന്ത്രാലയത്തിൽ MCA ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒന്നാണ്. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും LLPയും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ LLPയിൽ പാർട്ട്നേഴ്സാണ്, പ്രൈവറ്റ് ലിമിറ്റഡിൽ എന്താണ്, ഷെയർസാണ്. അപ്പം ഈ ഷെയർസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഈ ഷെയർസ് ആർക്ക് വേണമെങ്കിൽ വിൽക്കാൻ പറ്റും. LLP ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ആളുകളെ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് പാർട്ട്ണർഷിപ്പിലാണെങ്കിലും LLPയിലാണെങ്കിലും വേറെ ഡിഫറൻസ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. പാർട്ട്ണർഷിപ്പിൽ നമുക്ക് പരമാവധി ആഡ് ചെയ്യാൻ പറ്റുന്ന 50 പേരെയാണ്. പക്ഷെ LLPയിൽ മിനിമം 2 പേര് വേണമെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ അധികം ആളുകളെ LLPയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ബിൽഡിംഗ് ഇടുക. അപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്റ്റീന ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കെട്ടിടം 10 നിലയിലോ 20 നിലയിലോ വേണമെന്ന് ഏകദേശ ധാരണ ക്രിസ്റ്റീനയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്രിസ്റ്റീന എനിക്ക് ഈ കമ്പനി വളർത്തി വലുതാക്കണം, എല്ലാവർക്കും ബിസിനസ് തുടങ്ങുമ്പോൾ അത് അവർ അംബാനിയാവുന്നതും അദാനിയാവുന്നതും സ്വപ്നം കാണുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാലോ ഈ ബിസിനസ്സിന് ഒരു റേഞ്ച് ഉണ്ട്, കുറേ കൂടി പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരാൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ അവർക്ക് അതിനേക്കാൾ LLPയേക്കാളും നല്ലത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. കാരണം എന്താണെന്നറിയോ, LLPയിൽ നമുക്ക് കൂടുതൽ ഫണ്ട് പുറത്തുനിന്ന് വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. അതേ സമയത്ത് പ്രൈവറ്റ് ലിമിറ്റഡിലാണെങ്കിൽ ഓഹരികളാണ്, മറ്റൊരിടത്ത് പങ്കാളികളാണ്. അപ്പം പങ്കാളികളെ പെട്ടെന്ന് അങ്ങനെ ഇഷ്ടംപോലെ കൂട്ടാനൊന്നും പറ്റില്ല. എണ്ണം കൂട്ടാൻ പറ്റും, പെട്ടെന്ന് തുടങ്ങുമ്പോൾ കൂട്ടാൻ പറ്റും. പക്ഷെ ഓരോ സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ കൂട്ടിക്കൊണ്ടു പോരാനൊന്നും എവിടെ പറ്റില്ല, LLP പറ്റില്ല. പക്ഷെ ഇപ്പുറത്തെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലോ നമുക്ക് ഓഹരികൾ വിറ്റ് നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ നേടാനും അതുപോലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലാണെങ്കിൽ പറ്റും. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ, ഫണ്ടിങ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ LLPയേക്കാളും നല്ലത് പ്രൈവറ്റ് ലിമിറ്റഡാണ്. അപ്പം സർവീസ് മേഖലയിലാണ് ചെയ്യുന്നത്, അത് പാർട്ട്ണർഷിപ്പിലാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങളാണ് നമുക്ക് വേണ്ടതെങ്കിൽ സേഫായ മാർഗം LLP തുടങ്ങുന്നതാണ്. എന്നാൽ LLPക്ക് അപ്പുറം നമ്മൾ വിശാലമായ ഒരു ഗ്രോത്ത് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, പുറമെ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. കാരണം ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ എന്ത് ചെയ്യും, ലോൺ കിട്ടും. ഈ ഷെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും, ഓഹരികൾ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണലായ രീതി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, ഞാൻ കൊല്ലങ്ങളായിട്ട് പറയുന്ന ഒരു ഉദാഹരണമാണ്, ഇത് പുലിപ്പുറത്ത് പോകുന്ന പോലെയാണ്. പുലിപ്പുറത്ത് പോകുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ പുലിപ്പുറത്ത് ഒരാൾ പോകുമ്പോൾ വലിയ ഗമയാണ്, അയാൾ പുലിപ്പുറത്താണല്ലോ വരുന്നത്. പക്ഷെ പുലിപ്പുറത്ത് നിന്ന് അയാൾ താഴേക്ക് ഇറങ്ങിയാൽ പുലി അയാളെ പിടിച്ചു തന്നു എന്ന് വെച്ചാൽ അത്രമാത്രം ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു പ്രൊഫഷണൽ ഗമയൊന്നും നമുക്ക് അവിടെ ഉണ്ടാവില്ല. പ്രൊഫഷണൽ ഗമയ്ക്ക് വേണ്ടി നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി വെക്കരുത്, വെറുതെ തുടങ്ങാൻ വേണ്ടി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി വെക്കരുത്. നമുക്ക് വിശാലമായ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് നടക്കുമെന്നറിയോ, എക്സ്പെൻസ് തീറ്റിപ്പോറ്റാൻ പണി കൂടുതലാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡും LLP പോലും പരിഗണിക്കുകയാണെങ്കിൽ LLPക്ക് നികുതിപരമായ ആനുകൂല്യങ്ങളുണ്ട്, ഓഡിറ്റിങ്ങിലും പല ഇളവുകളുണ്ട്. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു ഇളവുമില്ല. നമ്മൾ അതിൻ്റെ ഓഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു പോകണം. നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാം കൃത്യമായി സബ്മിറ്റ് ചെയ്യണം. അപ്പം അതാ പറഞ്ഞ് തീറ്റിപ്പോറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ ഒരു പത്രാസിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നാളെ മറ്റന്നാൾ നമുക്ക് ബാധ്യതയായേക്കാം. അപ്പോൾ നമ്മുടെ വിഷൻ, ഏത് ബിസിനസ്സാണോ നമ്മൾ തുടങ്ങുന്നത് അവിടെ കൃത്യമായൊരു വിഷൻ വേണം. എല്ലാ വർഷവും ഓഡിറ്റിങ്ങിന് ചിലവ് കൊടുക്കണം. ഈ ഓഡിറ്റിങ്ങിന് ചിലവ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മറ്റു ചിലവുകളുണ്ട്, ആ ചിലവുകളെല്ലാം നമ്മൾ നോക്കണം പ്രൈവറ്റ് ലിമിറ്റഡിൽ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും പാർട്ട്നേഴ്സിന് ആവശ്യമാണോ? നമുക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ലേ? ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മോഡലാണ് OPC എന്ന് പറയുന്നത്, 1 person കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് പറയുക, ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെതും അതുപോലെ ഒരു ലിമിറ്റഡ് കമ്പനിയുടെ ഗുണങ്ങളും നമുക്ക് യോജിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത് OPCയിൽ. അപ്പോൾ നമുക്ക് കുറേ കൂടി റെപ്യൂട്ടേഷൻ കിട്ടും. ഒരു വ്യക്തിയല്ല. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്.
നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ എന്താ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സുരേഷിന്റെ കമ്പനി പൂട്ടിയപ്പോൾ അതിന്റെ ബാധ്യത എവിടേക്ക് വന്നു? വീട്ടിലേക്ക് മറ്റും വന്നു. ഇവിടെ OPC-യിൽ ആ ബാധ്യത വീട്ടിലേക്കൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയെയും അതുപോലെ കമ്പനിയെയും രണ്ടായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെയും ഒരു പോരായ്മ എന്ന് പറയുന്നത്, നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ ഈ OPC-നെ പിടിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കണം. അപ്പം ഞാനൊരു കമ്പനി തുടങ്ങാൻ വേണ്ടി OPC-ക്ക് എനിക്ക് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഈ കമ്പനിക്ക് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ, കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇതിനെ പ്രൈവറ്റ് ലിമിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ OPC-യിലേക്ക് തുടങ്ങാം. അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങിയിട്ട് ആ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് OPC-ആക്കി മാറ്റാം. പിന്നെ OPC നിന്നുകൊണ്ട് നമ്മൾ ഉയരുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി മാറ്റാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് അറ്റം വരെ നമുക്ക്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ സ്വഭാവം, എത്രമാത്രം റിസ്ക് നമുക്ക് എടുക്കാം, എത്രമാത്രം ഗ്രോത്ത് നമുക്ക് കിട്ടും, ഇതിനൊക്കെ അനുസരിച്ച് കമ്പനിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാൽ ഞാൻ എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിക്കാം. ഒരു പ്രൊപ്പറേറ്റർഷിപ്പാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതല്ല നമ്മളൊരു ലിമിറ്റഡ് കമ്പനിയാണ്, അത് LLP ആണെങ്കിലോ അല്ലെങ്കിൽ OPC ആണെങ്കിലോ അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലോ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സുമായിട്ടും അവരുടെ ഫേമിൽ തന്നെ ചിലപ്പോൾ കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കും, അവരുമായിട്ടും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എഗ്രിമെൻറ്റുകൾ സംബന്ധമായ കാര്യങ്ങൾക്ക് വക്കീൽമാരുമായിട്ട് സംസാരിക്കാം. ഇതൊക്കെ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങാൻ. അല്ലാണ്ട് ഒരു വൈകുന്നേരത്തെ ചർച്ചയിൽ ഒരു ഐഡിയ ജനിക്കുകയും ആ ഐഡിയ കേട്ട് ചാടി ഇറങ്ങി പിറ്റേന്ന് മുതൽ പണി തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടും. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതിന് ആദ്യം ഒരു ഫോർമാറ്റ് നമ്മൾ തീരുമാനിക്കണം. പിന്നെയോ ആ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഫോർമാറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. പിന്നെ 2 ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ബിസിനസ്സിന് വ്യക്തമായ പ്രൊജക്റ്റ് വേണം. അതിൻ്റെ ലാഭവും നഷ്ടവും എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കണം. എന്നിട്ടോ ഈ ബിസിനസ് റൺ ചെയ്യാൻ പറ്റിയ അറിവ് ഉള്ളവരെ നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള അറിവ് ആർജിക്കണം. ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. അല്ലാണ്ട് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പണം പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരോട് ചോദിച്ച് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ട്സിനോടും അതുപോലെ കമ്പനി സെക്രട്ടറിയോടും അഭിഭാഷകരോടും ചോദിച്ച് മനസ്സിലാക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഈ ഓരോ ഫോർമാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, OPC എന്താണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇങ്ങനെ വിശദമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ആളുകൾ, വീഡിയോ കാണുന്ന ആളുകൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓരോ 5 മോഡലുകളും നമുക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആഴമറിയില്ലെങ്കിൽ കാല് വെക്കരുതെന്ന്. ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്കത് വലിയ ബാധ്യതയാവും. പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പണം സംരക്ഷിക്കുക എന്നത്. നമ്മൾ പണം ഇറക്കി ചെയ്യുന്ന ബിസിനസ്സിലേക്ക് അത് സംരക്ഷിക്കേണ്ടതും അതിനുള്ളിൽ വലിയ ബാധ്യതകൾ വരാതിരിക്കേണ്ടതും അത് വിജയത്തിലേക്ക് എത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.